താങ്ക് യു. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും കുഞ്ഞാഞ്ചി അനുജന്മാർക്കും നമസ്കാരം. നെയ്യാറ്റിൻകരയിൽ ഇതിപ്പോൾ ഒരു 5-6 കിലോമീറ്റർ ഒരു സ്ഥലത്ത് വന്ന് പോയതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഇത് മൊത്തം ഓഡിറ്റോറിയങ്ങളുടെ നാടാണോ ഈ നെയ്യാറ്റിൻകര? ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാനിവിടെ ഒരു ചിത്ര ഓഡിറ്റോറിയം കണ്ടു, പിന്നെ ഒരു ഇങ്ങനെ കുറേ ഓഡിറ്റോറിയം കണ്ടു. എനിക്ക് തോന്നുന്നു പിന്നെ എനിക്ക് മനസ്സിലായി ഈ കന്യാകുമാരി എന്നൊക്കെ ആൾക്കാർ ഇവിടെ വന്ന് കല്യാണം കഴിക്കുമായിരിക്കും അല്ലേ നെയ്യാറ്റിൻകരയിലെ? അങ്ങനെയാണോ? എന്തോ ഒരു ഇത്രയും ഓഡിറ്റോറിയമുള്ള ഒരു നാട് ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും എല്ലാവർക്കും വളരെ എന്താ പറയുക, നമ്മളൊരു കുഞ്ഞ് ഫാമിലി ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക ഭാഗ്യം. മഴ അധികമില്ല. അപ്പോൾ നാളത്തെയൊക്കെ ഞങ്ങളുടെ പ്രോഗ്രാം ശരിക്കും പറഞ്ഞാൽ ക്യാൻസൽ, കാരണം അങ്ങനെ മഴയില്ല. വിചാരിക്കാതെ പെട്ടെന്ന് ഒരു മഴ പെയ്തു. ആദ്യം തന്നെ ഈ പ്രോഗ്രാം ഇവിടെ നമ്മളെ വിളിച്ചത് ഈ ശ്രീരാഗം കൺവെൻഷൻ സെൻറ്റർ. ശ്രീരാഗം കൺവെൻഷൻ സെൻറ്റർ എന്താ പറയുക, നെയ്യാറ്റിൻകരയിൽ നമ്മുടെ നാട്ടിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ നമ്മളാ കഴിയുന്ന എന്ത് ഫംഗ്ഷൻ വന്നാലും എന്ത് കാര്യം വരുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഓഡിറ്റോറിയം ഉണ്ടല്ലോ, നമ്മൾ എന്തിനു പുറത്തു പോകണം എന്ന് ചിന്തിക്കാതെ അവർക്ക് മാക്സിമം നമ്മുടെ ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ അതൊരു വലിയൊരു കൂട്ടായ്മ, ശക്തമായൊരു കൂട്ടായ്മ, ഒരു പിന്തുണ. ഇനി അവർക്ക് ഇവർ ശരിക്കും ഒറീസക്കാരാണ്, ഭുവനേശ്വർ, പിന്നെ അല്ലേ ഭുവനേശ്വർ അല്ലേ കറക്റ്റ്? അവരവിടെ പലതും ചെയ്യാണ്ട് സ്വന്തം നാട്ടിൽ തന്നെ ചെയ്യാൻ കാണിച്ച വലിയ മനസ്സിന് തന്നെ വലിയൊരു കൈയടി കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ? നല്ലൊരു കൈയടി കൊടുത്തേ നമ്മുടെ നാട്ടിലെ ആൾക്കാർ. പക്ഷെ അവർ വളർന്നതും ജനിച്ചതും ഒന്നും മറക്കാതെ അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നെയ്യാറ്റിൻകരയിൽ തന്നെയായി. ശ്രീജി എസ് നായരാണ് എന്നെ വിളിച്ചത്. എന്തി ശ്രീജി? ഹായ് ശ്രീജി. ശ്രീജിയുടെ അച്ഛൻ്റെ പേര് ശിവശങ്കരൻ നായർ, കറക്റ്റാണോ? ശിവശങ്കരൻ ചേട്ടൻ. അതേപോലെ അമ്മ ഇന്ദിര എസ് നായർ. അമ്മയ്ക്ക് ഒരൊറ്റ സങ്കടമുള്ളൂ, വല്ലാണ്ട് മെലിഞ്ഞു പോയല്ലോ, ക്ഷീണിച്ചു പോയല്ലോ ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ അമ്മ പറഞ്ഞു, പക്ഷേ ടി വിയിൽ ഇന്നലെ കണ്ടപ്പോൾ നല്ല തടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഉണ്ടല്ലോ, ഇന്നലെ ഇന്നുമായിട്ട് ഒരൊറ്റ ദിവസം കൊണ്ട് അമ്മ ഞാൻ മെലിയില്ലല്ലോ, ഇങ്ങനെ ഇരുന്നാലേ ടി വിയിൽ അങ്ങനെ ഇരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് കുറച്ച് ആശ്വാസം അല്ലേ? സന്തോഷമായില്ലേ അമ്മേ? എങ്ങനെയുണ്ട് സാരി? എങ്ങനെയുണ്ട്? ഞാൻ അങ്ങനെ എൻ്റെ സ്വന്തം ഒരാൾക്കാരെ കാണുന്ന പോലെയാണ് എവിടെ ചെന്നാലും. സ്റ്റേജ് ഇപ്പം എത്രയോ കുഞ്ഞിലെ തൊട്ട് 16 വയസ്സ് തൊട്ട് തുടങ്ങിയതല്ലേ? 16 വയസ്സ് തൊട്ട് നിങ്ങൾ തന്നെ കാണുന്നതാണ്. വർഷങ്ങൾ പോയതറിയാതെ എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം പാടട്ടെ. അപ്പോൾ ഇതുവരെ തന്നുകൊണ്ടിരുന്ന എല്ലാ പ്രോത്സാഹനത്തിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി. അതേപോലെ നമ്മുടെ ശ്രീജേഷ് അദ്ദേഹത്തിൻ്റെ സഹോദരനാണ്. പിന്നെ ആര്യായിരുന്നു? ആര്യ, അത് നമ്മുടെ ശ്രീജിയുടെ വൈഫ്, ശ്രീജേഷിൻ്റെ വൈഫ്. അപ്പോൾ ശ്രീജിയുടെ വൈഫിൻ്റെ പേര് അമ്പിളി. പേര് മാറിയോ? തീർന്നോ? എല്ലാം പറഞ്ഞിട്ട് ലാസ്റ്റ് ഓഡിറ്റോറിയത്തിൻ്റെ ഓണറിൻ്റെ വൈഫിൻ്റെ പേര് മാത്രം മാറി, അവരുടെ മുഖം എല്ലാം മാറി. പക്ഷേ എന്തായിരുന്നു? ദീപ. ശ്രീജിക്കും അവരുടെ കുടുംബത്തിനും ഒരു സ്പെഷ്യൽ താങ്ക്സ്. അപ്പോൾ നമുക്ക് അധികം സംസാരിക്കുന്നില്ല. എനിക്കൊരു കുഴപ്പമുണ്ട്, മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ പാട്ട് പാടിയില്ല എന്ന് നിങ്ങൾക്ക് ഒരു കുറച്ച് വരും. അത് വേണോ? അതേ കുറേ സംസാരിച്ചിട്ട് കുറച്ച് പാട്ട് പാടിയാൽ മതിയോ? അതേ കുറേ പാടിയിട്ട് കുറച്ച് സംസാരിച്ചാൽ മതിയോ? എന്തേലുമൊക്കെ അങ്ങോട്ടും കൂടെ മറുപടി പറയണം കേട്ടോ. അപ്പോൾ തുടങ്ങാം. വേറെ വിശേഷമൊന്നുമില്ല. ഒത്തിരി സന്തോഷം. കാരണം ഇവിടെ ഇത്ര ഫ്രണ്ട് ഇരിക്കുന്നവരെ കാണാൻ പറ്റുന്നുള്ളൂ. അല്ലെങ്കിൽ കുഞ്ഞു ലൈറ്റൊക്കെ അവിടെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ആൾക്കാർ ഇരിക്കുന്നുണ്ടെങ്കിൽ കൈ പൊക്കിയൊന്നും അടിച്ച് കാണിച്ച് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ഇത്രയും പേരിരുന്നിട്ട് കുറച്ചുകൂടെ നമുക്ക് ഒരു ഒച്ചപ്പാടും ബഹളവും ഒരു പ്രോഗ്രാമിൻ്റെതായ ഫീലിലോട്ട് ശരിക്കും തുടങ്ങിയതല്ലേ ഉള്ളൂ. ശരി, എന്നാലും റിമി ഒരു മലയാളം പാട്ട് പാടിയില്ലല്ലോ. എൻ്റെ റിമി ഛേ, നീ ഒരു മലയാളം പാട്ട് പാടിയില്ലല്ലോ എന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ചേച്ചി വിചാരിച്ചോ? കണ്ണാടി വെച്ച ചേച്ചി വിചാരിച്ചോ? അങ്ങനെയൊന്നുമില്ല. നമ്മൾ മലയാളികളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറയട്ടെ, അത് നമ്മൾ നല്ലതാണെങ്കിൽ അത് ഏത് ഭാഷയെന്നൊന്നുമില്ല, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. ഈ ഒരു ക്വാളിറ്റി ബാക്കി ഏത് ഭാഷക്കാർക്കുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ്. നമ്മൾ തമിഴ് കേൾക്കുന്ന പോലും, നമ്മൾ ഹിന്ദി കേൾക്കുന്ന പോലും, അവർ മലയാളം കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പോൾ അടുത്തതായിട്ട് ഈ അടുത്ത കാലത്ത് റിലീസ് ചെയ്ത, ഇപ്പോൾ തിയേറ്ററുകളിൽ
നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കുറേ നാള് കൂടി ഒരു പടം ഇത്രയും ഹിറ്റായി തന്നെ പറയാം. പ്രത്യേകിച്ച് ലാലേട്ടൻ ഫാൻസിന് ഈ പടം ഒരു ആഘോഷം തന്നെയായിരുന്നു. ഏത് പടത്തിലെ പാട്ടായിരിക്കും ഞാൻ പാടാൻ ഉദ്ദേശിക്കുന്നത്? ഉറക്കെ പറ കേക്കട്ടെ. കലക്കി കറക്റ്റ്. തുടരും നിങ്ങളുടെ എല്ലാം ഇഷ്ടപ്പെട്ട വളരെ നല്ല റൊമാൻറ്റിക് മെലഡി നമ്മുടെ MG അണ്ണൻ ഒരു പാട്ട് പാടിയിട്ടുണ്ട് ജെയ്ക്സ് ബിജോയുടെ സംഗീത സംവിധാനത്തിൽ. അപ്പോൾ എനിക്ക് വേണ്ടത് ഇവിടെ ഇപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കൈപോക്കിക്കേ. 4, 2, 6 പേരാണ് കരുനടയിൽ ആകെ സ്നേഹിക്കുന്നത്. ഇതിനു മുമ്പ് സ്നേഹിച്ചിട്ടുള്ളവരൊന്ന് കൈപോക്കിക്കേ. ഇനി നാളെങ്ങാനും സ്നേഹിക്കുമായിരിക്കും എന്ന് വിചാരിക്കുന്നവരോ? സ്നേഹിക്കുക എന്ന് പറയണത് എന്താ പറയുക, 50-കാരനെ അല്ലെങ്കിൽ 80-കാരനെ 16-കാരനാക്കുന്ന ഒരു പ്രതിഭാസമാണ്. ആരാ കൈയടിച്ചത്? ഒരു വല്ലാണ്ട് സ്നേഹിക്കേണ്ട ആ ചേട്ടനറിയാം, ആ കൈ കുത്തി നിൽക്കുന്ന ആ ചേട്ടനറിയാം. കണ്ടോ ചേട്ടാ? ഓ ചേട്ടന് ഒരു മിനിമം ഒരു 50-ന് മേലെ പ്രായം കാണും. പക്ഷെ ആ ചേട്ടൻ്റെ കൈയടിയിൽ ആ എനർജിയിൽ ഇപ്പോഴും ഒരു 25-കാരനെ ഞാൻ കാണുന്നുണ്ട്. അവ സ്നേഹിച്ചോളുക ഭൂമിയിൽ ഈ ഒരു ലൈഫിൽ. അത് ഇന്ന പ്രായമൊന്നുമില്ല. നമ്മുടെ കല്യാണം കഴിച്ച നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ലവർ, അല്ലെങ്കിൽ നാളെ കല്യാണം കഴിക്കാൻ പോകുന്നത്, ചിലപ്പോൾ സ്നേഹിച്ച് ചിലപ്പോൾ ഒന്നിക്കാൻ പറ്റിയില്ലായിരിക്കും. പക്ഷെ അത് വല്ലാത്തൊരു വേദനയോ ഒരു നീറ്റിലോ, പക്ഷെ എന്നാലും ഒരു സ്നേഹമായിട്ട് ഉള്ളിൽ കടക്കുന്നവരായിരിക്കാം. എല്ലാവർക്കും വേണ്ടി, എല്ലാ പ്രണയിനികൾക്കും വേണ്ടി, പ്രണയിതാക്കൾക്കും വേണ്ടി ഞാൻ ഈ ഗാനം സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട ഒരാളെ മനസ്സിൽ നിങ്ങൾ വിചാരിച്ചിട്ട് ഈ പാട്ടിലൂടെ നിങ്ങൾ എങ്ങോട്ടാന്ന് വെച്ചാൽ ഒരു യാത്ര പൊക്കോളൂ. അതിനെനിക്ക് വേണ്ടത് മൊബൈൽ ഉണ്ടെങ്കിൽ എൻ്റെ ടോർച്ച് കൂടെ ഒന്ന് എടുത്ത്, ടോർച്ച് ചെക്ക് ഷർട്ട് ഉറവാണോ? ഇപ്പം തന്നെ മെസ്സേജ് അയക്കുക. ലവർ എന്ന് പറഞ്ഞ് വേണം ശരി നിന്നെപ്പറ്റി എനിക്ക് കുറച്ച് കാര്യം റീബി ചേച്ചി ഇപ്പം പറയുന്നുണ്ട്, ഞാൻ ഇപ്പം നിന്നെപ്പറ്റി ഓർത്തത് വിളിച്ച് എൻ്റെ ചക്കരേ എന്ന് മെസ്സേജ് അയച്ചോ. എൻ്റെ പൊന്നു മോനെ നിൻ്റെ മുഖം മാറിയത് മൊത്തം ഞാൻ കണ്ട്. കുറച്ച് നേരം ഇങ്ങോട്ട് വാ, ഉടനെ യാത്ര പോയേക്കുന്നു. ഫോൺ എടുത്ത് ഞാൻ പറഞ്ഞതെല്ലാം കേട്ടാ. രേവതി എന്നല്ല പേര്. ഇപ്പോൾ ഫോൺ അയച്ച് മെസ്സേജ് അയച്ച ആളുടെ പേര് കുഞ്ചി, കല്യാണി, മാളവിക. ഓക്കെ, എന്താണെങ്കിലും ഇതെടുത്ത് ഫോൺ എടുത്തിട്ട് ടോർച്ച് ലൈറ്റ് ഇങ്ങനെ നമ്മുടെ സന്തോഷം നമ്മൾ അറിയിക്കുക. ഈ കൊച്ചു ഭൂമിയിൽ, ദൈവം തന്നേക്കുന്ന ഈ ഭൂമിയിൽ നിങ്ങൾക്കായി പിറന്ന ഒരാളെ, നിങ്ങളുടെ തുണ, നിങ്ങളുടെ പാർട്ട്ണറെ മനസ്സിൽ വിചാരിച്ച് ആ ലൈറ്റ് ഒന്ന് കത്തിച്ച് തിരി കത്തിക്കുന്നതിന് തുല്യമായിട്ട് ഇതിനുവേണ്ടി നമ്മൾ അന്യനാടുകളിൽ പോയി ഹണിമൂൺ ആഘോഷിക്കേണ്ട കാര്യമില്ല. നമ്മുടെ മനസ്സിൽ വിചാരിച്ചാൽ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ആളുണ്ടെന്ന് നമുക്ക് തോന്നും. ഒന്നെടുത്ത് എല്ലാവരും എടുത്തേ. ഈ അടുത്ത കാലത്ത് മലയാളത്തിൽ ഇറങ്ങിയ മിക്ക പാട്ടുകളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ പഴയ സിനിമാഗാനങ്ങളെല്ലാം തിരിച്ചു വരുമോ എന്നുള്ളതൊക്കെ ഒരു സംശയമുണ്ട്. അങ്ങനെ ഈ അടുത്ത കാലത്തിൽ വന്ന വളരെ പോപ്പുലറായ ഒരു ഗാനമാണ്. നമ്മളിപ്പോൾ ഹിന്ദി പാടി, മലയാളം പാടി. ഈ ഗാനത്തെ പറ്റി പറയാനാണെങ്കിൽ പ്രത്യേകിച്ച് ആമുഖത്തിൻ്റെ ആവശ്യമില്ല. മഞ്ഞുമല ബോയ്സ് എന്ന സിനിമ കണ്ടൊരു എത്ര പേരുണ്ട്? കൈയടിച്ചാലേ മനസ്സിലുള്ള, കൈബുക്കിയാൽ പലരും കാണാൻ പറ്റുന്നില്ല. ശരി, മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിൽ ഈ ഗാനം കേട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു കൈഡിലൂടെ അറിയിക്കണം, പാട്ട് കേട്ടിട്ട് മാത്രം. ആദ്യത്തെ ആ തണുപ്പം മട്ടൊക്കെ കണ്ടപ്പോൾ ഞാൻ ഇനി കുറേ കഷ്ടപ്പെടണമോ എന്ന് വിചാരിച്ചു. ഇതാണ് മ്യൂസിക്കിന്റെ ശക്തി. അവിടെ നമ്മൾ ആ മഴയും മറന്ന് അതെല്ലാം മറന്നു അവിടെ വീണ്ടും നമ്മുടെ ഉള്ളിലെ ആ പ്രസരിപ്പും ഒരു ശക്തിയും എല്ലാം കൂടെ ഒരു സ്ട്രെസ്സൊക്കെ മാറി നമ്മൾ അറിയാണ്ട് മനിതരുണർന്നു കൊള്ളി അത്
ഇത് മനിതർക്കാതല്ല, അതെയും താണ്ടി പുനിതമാണത്. അടിപൊളി. ഇതൊക്കെ എവിടെ വെച്ചിരിക്കുന്നു? ഓ എന്റെ അമ്മേ, ഉഗ്രൻ സിംഗേഴ്സ് ആണ് കേട്ടോ ഈ പുറകിലിരിക്കുന്ന എല്ലാ മ്യൂസിഷ്യൻസും. ഒരു ഉഗ്രൻ കേടി ലിജോയ്ക്ക് കൊടുത്തേ. ഞാൻ ജനിച്ച് വീണപ്പോ കണ്ട ആദ്യത്തെ മുഖം ലിജോയുടേതായിരുന്നു. പക്ഷെ കണ്ട പ്രായം തോന്നൂല അല്ലേ? ആ വിഗൊന്നും ഒരു മാറ്റിക്കേ ചുമ്മാട്ട് അത്ര പ്രായമൊന്നുമില്ല. അപ്പൊ ശരി, അപ്പം നമ്മൾ പതുക്കെ പതുക്കെ ഇങ്ങനെ ചാർജായി വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനിതൊരു കുഞ്ഞു പർദീസയാക്കി മാറ്റിയാലോ എന്ന് ചിന്തിക്കുക. പർദീസയിലോട്ട് പോണ്ടേ? ഇനി എങ്ങോട്ട് പോവാൻ? നമ്മുടെ വീട്ടില് നമ്മളെ വിചാരിച്ച അതൊരു കുഞ്ഞു പർദീസയാണ്. നമ്മൾ ഇരിക്കുന്നതോടെ നമുക്കൊരു കുഞ്ഞു സ്വർഗമാക്കി മാറ്റാൻ പറ്റും. എന്തൊക്കെ വിഷമങ്ങൾ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മളെല്ലാം ചാടി പിടിക്കുന്ന ഒരു ചെറിയ സന്തോഷമായിരിക്കും. അതിന്റെ ഭാഗത്താണ് ഇന്നിവിടെ വിളിച്ചപ്പോൾ തന്നെ ഒരു പരിപാടി കണ്ടു കളഞ്ഞേക്കാം. അല്ലെങ്കിൽ ഞായറാഴ്ച നിങ്ങൾക്ക് കിട്ടി നിങ്ങൾക്ക് എവിടെയെല്ലാം ആരുടെയെങ്കിലും വീട്ടിൽ പോകാം, സിനിമ കാണാം, കടന്നുറങ്ങാം, എന്തെല്ലാം പരിപാടികൾ ചെയ്യാം. പക്ഷെ ഒരു പ്രോഗ്രാം കണ്ടു കളയാം. അപ്പൊ എന്തായാലും കഷ്ടപ്പെട്ട് തുനിഞ്ഞിറങ്ങി ഇവിടെ വന്നോ. അപ്പൊ ഈ പ്രോഗ്രാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യേണ്ടത് ആരുടെ കടമയാ? നിങ്ങളുടെ കടമയാ. അപ്പം മനസ്സറിഞ്ഞ് ഇന്ന് ഉണ്ടാകുന്ന പല വലിയ വലിയ രോഗങ്ങളുടെയും കാരണം സ്ട്രെസ്സാണ്. നമ്മൾ ചുമ്മാ അനാവശ്യമായിട്ട് ഒരു കാര്യമില്ലാണ്ട് ചിന്തിച്ചുവിട്ടു. നാളെ എന്താവും, എൻ്റെ പൊന്നെ എന്താ നീ ഇങ്ങനെ പിള്ളേരെങ്ങനെ, അവരുടെ പിള്ളേരെന്താവും, ഈ പൈസ എല്ലാം കൂടെ ഞാൻ ഇവിടെ കൊണ്ട് വെക്കുന്നില്ല ചേട്ടൻ. ഇപ്പോൾ വിചാരിച്ചു ഇനി വീട്ടിൽ കള്ളം കയറുമോ, ഞാൻ ഇവിടെ ഗാനമേളയ്ക്ക് വന്നുപോയി, എന്തെല്ലാം ചിന്തകളാണ്. ഇനി നാളെ ഒരു രോഗം ഉണ്ടായാലോ, നാളെ എനിക്കെന്തെങ്കിലും പറ്റിയാലോ. ഓൾറെഡി അസുഖമുള്ളവരുണ്ടാവാം, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവാം, ചിലപ്പോൾ ജോലി പ്രശ്നം ഉണ്ടാവാം. ഇതൊക്കെ സാരമില്ല, ഇതൊക്കെ ഒരു ജന്മമാണ്, ഇതൊക്കെ അനുഭവിച്ച് നമ്മൾ പോകണം. പക്ഷെ നമ്മൾ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ചാടി കയറി പിടിച്ച് അത് നമ്മൾ മാറ്റിയെടുക്കാനൊക്കെ ഉള്ള ശക്തി നമുക്ക് തന്നിട്ടുണ്ട്. രണ്ടും നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്ന അത്രയും വിൽ പവർ ഉള്ള ആൾക്കാരാണ് നമ്മൾ മനുഷ്യർ എന്ന് പറഞ്ഞ ആൾക്കാർ. 2-3 വർഷം കോവിഡൊക്കെ വന്ന് മാസ്ക് ഒക്കെ ഇട്ട് നമ്മൾ ഓർത്ത് ദൈവം ഇനിയും ജീവിതകാലം മൊത്തം ഇങ്ങനെ മാസ്ക് ഇട്ട് അങ്ങോട്ടും നോക്കാതെ ഇങ്ങോട്ടും നോക്കാതെ ഇരിക്കേണ്ടി വരുമോ എന്നുണ്ട്. വീണ്ടും വരുന്നുണ്ട്, വരാതിരിക്കട്ടെ. പണ്ടത്തെ കാലം ഓർക്കാനേ വയ്യ. അപ്പോൾ ഇതേപോലെ കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം മനസ്സ് തുറന്ന് ഇരുട്ട് തന്നേക്കുക. നല്ല ഇരുട്ടത്ത് ഇരുന്ന് മാക്സിമം ചിരിച്ച് കളിച്ച് സന്തോഷം. വേണേ ഒരു മൂലയ്ക്ക് മാറി നിന്ന് വേണേ ഡാൻസ് ചെയ്യാം. എന്തിനു മൂലയ്ക്ക് ഇരിക്കുന്നതോട് തന്നെ എണീറ്റ് നിങ്ങൾക്ക് ഡാൻസ് ചെയ്ത് നിങ്ങളുടെ ലോകമാണ്. ആരും തടസ്സം പറയാനില്ല. മറ്റുള്ളവരെ ദ്രോഹിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ വേണേ സന്തോഷിക്കാം. അത് കൈയടിച്ച് ഞാൻ ഭയങ്കര കാര്യങ്ങളൊക്കെ പറയണം. ശരി, എൻ്റെ വലതുവശക്കാർ മാത്രം ഒന്ന് ഒച്ചയടിച്ച് വലതുവശം കരിനടയിലെ യൂത്തിന് ഇത്ര പവറാവും. ഇനി ഇടതുവശംകാരൊന്ന് കൈയടിച്ചേ. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇവിടെ ഇടതുവശമാണോ കുറച്ചുകൂടെ കയറിപ്പോയത്? ഇടതുവശം ശരി, അവർ വിചാരിച്ചില്ല. തലയ്ക്ക് തടി കിട്ടിയ പോലെ വലതുവശക്കാർക്ക്. ഒരു പ്രാവശ്യം കൂടെ വലതുവശം. എത്ര നോക്കിയിട്ടും ഇവര് നിങ്ങളെ തോപ്പിച്ചുകൊണ്ടിരിക്കുള്ളൂ. അതെന്ത് പറ്റി? സാരമില്ല, ഒച്ച എടുക്കുന്നതിൽ നിങ്ങൾ ജയിച്ചിരിക്കുന്നു. ഏത്? ഇടതുവശം ജയിച്ചിരിക്കുന്നു. ഇനി പാട്ട് പാടുന്നതിൽ നോക്കാം. ഇവിടെ ആരും കരയുകില്ല എന്ന് പറയുമ്പോൾ ഇരുന്ന് കരയാനല്ല ഞാൻ പറഞ്ഞത്, കരയുകില്ല എന്ന് പറഞ്ഞ് പാടണം കേട്ടോ. ചിരികൾ ആരും തടയുകില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓക്കെ ഒരു വഴിക്കാക്കിട്ടെ പോള് കരുന്നടക്കാരെ ഞാൻ. ഇവിടെ ആരും അലറുകില്ല എന്നല്ല, കരയുകില്ല. ഇവിടെ ആരും കടക്കി ചിരികൾ ആരും പോയി. ഇതുവരെയുള്ള അഭിമാനം എല്ലാവർക്കും ദൈവം എല്ലാ കഴിവ് കൊടുക്കൂലല്ലേ? അല്ലേ? സാറില്ല, നിങ്ങൾക്ക് ഒച്ചയെടുത്ത് ഷൗട്ട് ചെയ്ത് വഴക്കിട്ട് വീട്ടിൽ കിടന്ന് കാറി പോകാൻ നിങ്ങൾ എടുത്തരാം. പക്ഷെ ഇവിടെ സംഗീത കുടുംബമാണ്. സാറില്ല, ഒരു ചാൻസ് കൂടെ തരാം, വിഷമിക്കണ്ട. ആഹാ, ഒരു ടീച്ചർ വരുന്ന് പഠിപ്പിക്കുന്നുണ്ടോ ഈ സൈഡുകാരെ? ഏതെങ്കിലും ഒരു സാറോ ടീച്ചറിന്റെ കീഴിൽ പഠിക്കുന്നുണ്ടോ കരുതണക്കാരൻ? ഇവിടെ നോക്കട്ടെ. ട്യൂൺ വന്നില്ല, യുദ്ധത്തിന് പോകുന്നില്ല, എൻ്റെ ഒരു മുറവിളി മാത്രം. കുഴപ്പമില്ല. അപ്പൊ ഞാൻ ചുമ്മാ ഇതൊക്കെ പറയുന്നത്, നിങ്ങൾ എല്ലാവരും ശ്രമിക്കുന്നുണ്ട്, പാടുന്നുണ്ട്. ഒരുപക്ഷെ എന്നെക്കാളും നല്ല പാട്ടുകാർ ഇതിനകത്തുണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. പക്ഷെ ഓരോരുത്തരുടെ ജോലി ഓരോന്നായി മാറി ദൈവം വിധിച്ചേക്കുന്ന ഓരോന്നിത്. പഴയ